എന്താ ഞാൻ ഈ കാണുന്നതിന്റെ അമ്മച്ചിയെ? ബിസിനസ് ടൈക്കൂൺ ബാഷ ഈ താജ്മഹൽ വളരെ ഭംഗിയായി നിർമ്മിച്ചിട്ടുണ്ട്. ഇത്ര വലിയൊരു മഹലിനെ ഒരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ ഓസമിനെക്കാളും വളരെ വലിയ ഓസം. ഏതാണ്ട് എന്റെ വിശപ്പിനെ പോലെ. ഞാനൊരൽപ്പം കഴിച്ചോട്ടെ. അയ്യോ, എനിക്ക് എത്ര ആലോചിച്ചിട്ട് ഒരു കാര്യം മനസ്സിലാവുന്നില്ല. ഇതിന്റെ പേര് താജ്മഹൽ എന്താ വെച്ചിരിക്കുന്നത്? കാരണം അദ്ദേഹം ഒരു വലിയ ബിസിനസ് ടൈക്കൂൺ ആണ്. അദ്ദേഹത്തിന് പ്ലേയിങ് കാർഡ്സ്, അതായത് ചീട്ട് കെട്ട് വളരെ ഇഷ്ടമാണ്. ശരിക്കും പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് പോലും ബാദ്ഷാ എന്നാണ് വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വൈഫിന്റെ പേര് ബേഗം. അവരുടെ രണ്ടുപേരുടെയും ഡ്രസ്സ് പോലും ചീട്ടുകളിലുള്ള ബാഷ ബേഗമിനെ പോലെ ഉണ്ടാവും. ശരിക്കും പറഞ്ഞ അവരുടെ കാർഡ്സ് പോലും പ്ലേയിങ് കാർഡ്സിലുള്ള സോൾജേഴ്സിന്റെ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ നമ്മുടെ സൺ സിറ്റിയിൽ വണ്ടർഫുൾ താജ്മഹൽ കെട്ടാൻ എന്തിനാ പെർമിഷൻ കൊടുത്തെന്നറിയോ? അതിനൊരു കാരണമുണ്ട്. അതായത് ഇത് കണ്ടു രസിക്കാൻ ഒരുപാട് ടൂറിസ്റ്റ് മെമ്പേഴ്സ് ഇങ്ങോട്ട് വരും. അത് കാരണം സൺ സിറ്റിക്ക് ഒരുപാട് റവന്യൂ കിട്ടും. അല്ല, പിന്നെ അദ്ദേഹം എന്തിനാ ഈ താജ്മഹൽ നിർമ്മിച്ചത്? ഇന്ന് ബേഗമിന്റെ ബർത്ത്ഡേ ആണ്. ബാഷ ബേഗമിന് ഈ താജ്മഹൽ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക. അതുകൊണ്ട് ഇന്നത്തെ ബർത്ത്ഡേ പാർട്ടി പോലും ഈ മഹലിൽ വെച്ചാണ് നടക്കുന്നത്. എന്തോന്ന് പാർട്ടിയോ? അതേതായാലും കലക്കി. പാർട്ടി എന്ന് പറഞ്ഞ പേര് കേട്ടത് എന്റെ കാലുകളും വിരലുകളും ഒക്കെ നടക്കാൻ തുടങ്ങിയിരിക്കുക. ഓ എന്റെ ദൈവമേ, ഇതൊക്കെ കാണുമ്പോ എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ. ബാഷയും ബേഗവും എത്തിന്നാ തോന്നുന്നേ. വരൂ, നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു ചേർന്ന് അവരെ വെൽക്കം ചെയ്യാം. രാജാക്കന്മാരുടെ രാജാവായ ഭാഷയാണ് ഞാൻ. ഇപ്പൊ ഇവിടെ സംഭവിക്കും ബിഗ് ബാങ് ബൂം. വെൽക്കം ബാഷ, വെൽക്കം ബേഗം. സൺ സിറ്റിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഗുല്ലു, ജോക്കർ, ബേഗമിന്റെ അടുത്തേക്ക് വരുന്നതിന് മുമ്പ് എല്ലാവരും നന്നായി ചെക്ക് ചെയ്യ്. തീർച്ചയായിട്ടും ഭാഷ. നമസ്കാരം. നമസ്കാരം. ഹലോ. ഞങ്ങളോട് ക്ഷമിക്കൂ മേയർ. ഞങ്ങളുടെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി കാര്യത്തിൽ ഭാഷ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അതുകൊണ്ടൊരു കുഴപ്പമില്ല. നോ പ്രോബ്ലം അറ്റ് ഓൾ. എപ്പോഴും അലേർട്ട് ആയിരിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. വരൂ, വന്നാട്ടെ, അകത്തേക്ക് വരൂ. രാജാക്കന്മാരുടെ രാജാവായ ഭാഷയാണ് ഞാൻ. ഇപ്പൊ ഇവിടെ സംഭവിക്കും ബിഗ് ബാങ് ബൂം. ബേഗം, നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുക. ഞാൻ ആദ്യം ചെന്ന് ഈ മെഹലിനെ ഒന്ന് ശരിക്കും സ്കാൻ ചെയ്തിട്ട് വന്നേക്കാം. വിഷമിക്കേണ്ട ബാഷ അങ്കിൾ, ഇവിടെ നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. കീക്കോ പറഞ്ഞത് ശരിയാണ് അങ്കിൾ. കാരണം കീക്കോയും സൂപ്പർ സ്പീഡോയും ഇവിടെ ഉള്ളത് വരെ നമുക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അത് ഒറ്റവാക്കിൽ പറയണമെങ്കിൽ വെരി സേഫ്. സാധാരണ വെരി സേഫ് അല്ല, വളരെ വളരെ വെരി സേഫ്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഒരല്പം ബെറീസ് കഴിച്ചോട്ടെ. ഒരല്പം മാറി നിൽക്കുക കുട്ടികളെ. ഞാൻ എന്റെ ഈ സ്പെഷ്യൽ മെഗാ കാർ വെച്ചിട്ട് ഞാൻ തന്നെ ഇവിടെ ചെക്ക് ചെയ്തേ. അയ്യോ, സത്യം പറഞ്ഞ ബാദ്ഷയുടെ ഈ കാറ് ഫാന്റാസ്റ്റിക് ആയിട്ടുണ്ട്. ഫ്ലോറിലെല്ലാം തന്നെ കറക്റ്റ് ആണ്. ഇപ്പൊ റൂഫിൽ ചെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരുപക്ഷെ ആരെങ്കിലും ബോംബ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും ഭാഷ. ഇപ്പൊ തന്നെ ഞങ്ങൾ ചെക്ക് ചെയ്തേക്കാം. ഈ കാറ് ഭയങ്കര വ്യത്യസ്തമാണല്ലോ. സാധാരണ വ്യത്യാസമല്ല, അതിഭയങ്കര വ്യത്യാസം. ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ. ഇരിക്കുന്ന രീതിയിൽ ഇവിടെ ഒന്നുമില്ല ഭാഷ. ഈ സ്ഥലം വളരെ സേഫ് ആണ്. ശരി, ഓക്കെ, താഴേക്ക് വന്നേക്ക്. ഇപ്പൊ നിങ്ങൾക്ക് ധാരാളമായി അകത്തേക്ക് വരാം. എന്റെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ അദ്ദേഹം വളരെ സ്ട്രിക്റ്റ് ആണ്. ഭാഷ അങ്കിൾ, നിങ്ങൾ എന്തിനാ ബേഗമിനെ അറ്റാക്ക് ചെയ്യുന്നത്?
വേഗം അതിവേഗം R7 നിന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, ആദ്യം നമ്മളെ ബേഗമിനെ രക്ഷിച്ച് ഇവിടുന്ന് പുറത്തേക്ക് കൊണ്ടുപോയേ പറ്റൂ. ഡോണ്ട് വറി കീക്കോ, പേടിക്കണ്ട, വേഗത്തിനൊന്നും സംഭവിക്കില്ല. കീക്കോ, ആ കണ്ണാടികൾ കാരണം എന്റെ ടയർ പഞ്ചറായി പോയി. റിപ്പയർ ചെയ്യാൻ കുറച്ച് സമയം പിടിക്കും. നമ്മുടെ മുകളിലുള്ള ആ ലൈറ്റ് താഴോട്ട് വീണാൽ നമ്മൾ എന്ത് ചെയ്യും കീക്കോ? സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 99. ഓക്കെ ബ്രോ, അപ്ലൈയിങ് ഫോർമുല 99. വേഗം, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? നിങ്ങളുടെ കളി കൊള്ളാം ഭാഷ അങ്കിൾ. ആ കാർ ഉപയോഗിച്ച് നിങ്ങളല്ലേ ബേഗമിനെ അറ്റാക്ക് ചെയ്തത്? എന്നിട്ടിപ്പോ കുഴപ്പമൊന്നുമില്ലെന്ന് അവരോട് ചോദിക്കാം. നീ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് കിക്കോ. അറ്റാക്ക് ചെയ്തത് ഞാനല്ല, ആ കാറാണ് അങ്ങനെയൊക്കെ ചെയ്തത്. അത് കാറാണോ റോബോട്ടോ? സ്വയം അറ്റാക്ക് എങ്ങനെ ചെയ്യും? ആക്ച്വലി ഞാൻ എന്റെ കാർ ഓട്ടോ മോഡിൽ അപ്പോൾ അതിന്റെ സിസ്റ്റം മാൽ ഫംഗ്ഷനിലായി പോയി. പിന്നെ വൈറസ് അറ്റാക്ക് ചെയ്തത് കാരണം ഡോറും ലോക്കായി പോയി. സിസ്റ്റം തന്നെ വർക്കാകാനും തുടങ്ങി. ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് വിശ്വസിക്കുക വേഗം. ഈ നടന്ന അറ്റാക്കിനും എനിക്കും ഒരു കണക്ഷനും ഇല്ല. എനിക്ക് വിശ്വാസമുണ്ട് ഭാഷ. സ്വപ്നത്തിൽ പോലും നിങ്ങൾക്ക് എന്നെ അറ്റാക്ക് ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല. താങ്ക് യു കിക്കോ ആൻഡ് സൂപ്പർ സ്പീഡോ. ആ നശിച്ച പണ്ടാര കാറിനെ ഇവിടുന്ന് ഇപ്പൊ തന്നെ വലിച്ചെറിഞ്ഞേക്ക്. പക്ഷേ ഇതിലൊരു കാര്യമുണ്ട് ഭാഷ. നിങ്ങളുടെ ഇത്രയും കോസ്റ്റ്ലിയായ കാറ് സൂപ്പർ സ്പീഡോയുടെ മുന്നിൽ വെറും പാട്ട കാറായി പോയി. കാര്യമായിട്ട് പറയാ, സൂപ്പർ സ്പീഡോ ശരിക്കും സൂപ്പർബാണ്. നമ്മുടെ കയ്യിലും ഇതുപോലൊരു കാർ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. അതെ, ആ പറഞ്ഞത് ശരിയാ കിക്കോ. ഞാൻ നിന്നോട് റിക്വസ്റ്റ് ചെയ്യാണ്, പാർട്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് പ്ലീസ് സൂപ്പർ സ്പീഡോയെ R7 അകത്തേക്ക് കൊണ്ടുപോയേക്ക്. സോറി അങ്കിൾ, എനിക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല. സൂപ്പർ സ്പീഡോ എന്റെ ആത്മസുഹൃത്താണ്. അവനും നിങ്ങളുടെ കൂടെ പാർട്ടി എൻജോയ് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. ഓക്കെ, എന്നാൽ ഒരു കാര്യം ചെയ്യേ, പാർട്ടി കഴിയുന്നത് വരെ സൂപ്പർ സ്പീഡോയെ ഡീആക്ടിവേറ്റ് മോഡിൽ ഇട്ട് വെച്ചേക്ക്. അതെന്താണെന്നറിയോ, എന്റെ കാർ കൊണ്ടുണ്ടായ നഷ്ടങ്ങളൊക്കെ കാണുമ്പോൾ ശരിക്കും ഞാൻ തന്നെ പേടിച്ചു പോയിരിക്കുക. സൂപ്പർ സ്പീഡോയും അതുപോലെ എന്തെങ്കിലും ചെയ്താൽ? ഡോണ്ട് വറി, ഒരു വൈറസിനും എന്നെ ഒരിക്കലും ഹാക്ക് ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് നിങ്ങൾക്ക് പേടി തോന്നുന്നെങ്കിൽ അപ്പൊ കീക്കോ പ്ലീസ് നീ എന്നെ ഡീആക്ടിവേറ്റ് ചെയ്തേക്കോ. ഓക്കെ സൂപ്പർ സ്പീഡോ, ഡീആക്ടിവേറ്റ് സൂപ്പർ സ്പീഡോ. കേക്ക് കട്ട് ചെയ്യാനുള്ള സമയമായല്ലോ. ഭാഷാങ്കളിനെ മാത്രം എവിടെ നോക്കിയിട്ടും കാണുന്നില്ല. അദ്ദേഹം മുകളിൽ ഒരു റൂമിൽ ഫ്രഷ് ആവാൻ പോയിരിക്കുക. ശരി, നിങ്ങൾ എല്ലാവരും പാർട്ടി എൻജോയ് ചെയ്യേ. ഞാൻ പോയി അദ്ദേഹത്തെ വിളിച്ചോണ്ട് വരാം. രാജാക്കന്മാരുടെ രാജാവായ ഭാഷയാണ് ഞാൻ. ഇപ്പൊ ഇവിടെ സംഭവിക്കും ബിഗ് ബാങ് ബൂം. വേഗത്തിന്റെ കഥ അവസാനിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ആദ്യമിട്ട പ്ലാൻ പാഴായി പോയി. ഭാഷ സാർ, കീക്കോയും സൂപ്പർ സ്പീഡോയും ഉള്ളതുവരെ നിങ്ങളുടെ ആദ്യത്തെ പ്ലാനും അവസാനത്തെ പ്ലാനും ശരി ഫെയിൽ ആയിക്കൊണ്ട് തന്നെ ഇരിക്കും. അതെനിക്കറിയാം. അതുകൊണ്ട് എന്റെ കൈവശം ഇപ്പോൾ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. പക്ഷേ നിങ്ങൾ എന്തിനാ ബീഗമിന്റെ കഥ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നത്? കാരണം ബേഗം ജീവനോടുള്ളത് വരെ ഞാൻ വെറും പേരിന് മാത്രമാണ് ഭാഷ. ടോട്ടൽ രാജ്യത്തിനും ഓർഡർ ചെയ്തത് അവളാണ്. ബേഗത്തിന്റെ കഥ അവസാനിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സൺസിറ്റിയെ സെലക്ട് ചെയ്തത്. അതായത് കിക്കോയും സൂപ്പർ സ്പീഡോയും ഇവിടെ ഉള്ളപ്പോൾ ബേഗത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ആരും ഒരിക്കലും എന്നെ സംശയിക്കില്ല. പക്ഷെ നിങ്ങളുടെ മാസ്റ്റർ പ്ലാൻ അത് നിങ്ങൾ ഇനിയും പറഞ്ഞില്ലല്ലോ. ഞാൻ ആദ്യം തന്നെ കിക്കോയോട് സൂപ്പർ സ്പീഡോയെ ഡീആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു. ഇപ്പൊ ഞാൻ സൂപ്പർ സ്പീഡോയെ കിക്കോയിൽ നിന്നും വേർപെടുത്തുകയാണ്. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് സിഗ്നൽ തന്നതും നിങ്ങൾ ഈ മെഹലിന്റെ റൂഫില് ചുവന്ന നിറത്തിൽ 2 വലിയ കല്ലുകൾ വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ബോംബ് വെച്ച് തകർക്കണം. ബോംബ് വെച്ച കല്ലുകൾ തകർക്കുന്നതുകൊണ്ട് എന്താ ലാഭം? പോലെ ആ കല്ല് പൊട്ടിത്തെറിക്കുമ്പോൾ ഈ കാണുന്ന മുഴുവൻ താജ്മഹലും ചിന്ന ഭിന്നമായി ചെതറും. അതിനിടയ്ക്ക് വേഗം വന്ന് കുടുങ്ങിപ്പോകും. രാജാക്കന്മാരുടെ രാജാവായ ഭാഷയാണ് ഞാൻ. ഇപ്പൊ ഇവിടെ സംഭവിക്കും ബിഗ് ബാങ് ബൂം. വരൂ ഭാഷാങ്കിൾ, കേക്ക് കട്ട് ചെയ്യാനുള്ള സമയമായി. എല്ലാവരും കാത്തിരിക്കുക. എനിക്ക് നിന്നോടൊരൽപ്പം സംസാരിക്കാനുണ്ട് കിക്കോ. നീ വന്നത് നന്നായി. നമുക്ക് തമ്മിലൊരു ഡീൽ വെച്ചേക്കാന്ന് വിചാരിച്ചിരിക്കുക. എന്റെ ബേഗമിന് വേണ്ടിയിട്ട് വളരെ കോസ്റ്റ്ലി ആയ ഒരു കാർ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ.
നീ നിന്റെ സൂപ്പർ സ്പീഡോയെ എനിക്ക് തന്നു കഴിഞ്ഞാൽ പിന്നെ അതിനു പകരമായി ഞാൻ എന്റെ രാജ്യത്ത് വലിയൊരു പാലസ് മാത്രമല്ല പുതിയ പുതിയ വണ്ടികൾ വാങ്ങിച്ചു തരാം. സോറി അങ്കിൾ, നിങ്ങൾക്ക് സൂപ്പർ സ്പീഡോ വെറും കാറായിരിക്കും, പക്ഷേ എനിക്ക് അവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഞാൻ എന്റെ ഫ്രണ്ടിനെ ആർക്കും വിട്ടുകൊടുക്കില്ല. ഒരു കുഴപ്പമില്ല, നോ പ്രോബ്ലം. ഞാൻ എന്റെ ബേഗമിന് വേറെന്തെങ്കിലും കാർ മേടിച്ച് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തേക്കാം. ശരി, വാ നമുക്ക് താഴേക്ക് പോകാം. അല്ല, നീ എങ്ങനെ ഇങ്ങോട്ട് വന്നത്? രാജാക്കന്മാരുടെ രാജാവായ ഭാഷയാണ് ഞാൻ. ഇപ്പൊ ഇവിടെ സംഭവിക്കും ബിഗ് ബാങ് ബൂം. അവൻ ഒരു പിടിവാശിക്കാരന്. സൂപ്പർ സ്പീഡോയെ എനിക്ക് വിട്ടുതരില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നോക്കിക്കോ നിന്റെ സൂപ്പർ സ്പീഡോയെ. അതുപോലെ ഞാൻ എന്റെ ബേഗത്തിന് എന്ത് ചെയ്യാനാ പോകുന്നതെന്ന് കണ്ടോ? ബോധം നഷ്ടപ്പെടുന്ന ആ ഗ്യാസ് കാരണം കിക്കോക്ക് ഇപ്പൊ എന്താ സംഭവിക്കാൻ പോകുന്നെന്നും കണ്ടോളൂ. എന്തായാലും ഒരു പ്രാവശ്യം അകത്ത് പോയി ചെക്ക് ചെയ്ത് നോക്കാം. അയ്യോ മേയറെ, ഇത്ര വലിയ ആളായിട്ട് നിങ്ങൾ എന്തിനാ ഇരുട്ടിനെ കണ്ട് പേടിക്കുന്നേ? ഞാനൊന്നും ഇരുട്ട് കണ്ട് പേടിക്കില്ല. നിനക്കൊരു കാര്യം അറിയോ? ഒരു പ്രാവശ്യം ഞാൻ ഇരുട്ടിൽ ഒരു അമ്പ് ചെയ്തു. അത് നേരെ ചെന്ന് സൂര്യന്റെ മേത്ത് കൊണ്ടപ്പോൾ പ്രകാശമയമായി. കാര്യമായിട്ട് പറയണോ മേയർ അങ്കിൾ? അല്ലാതെ പിന്നെ ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ എന്റെ തലയിൽ ഇടിത്തി വന്ന് വീഴട്ടെ. അയ്യോ മേയറെ, ഇങ്ങനെയുള്ള കള്ളക്കഥകൾ പറയുന്നത് നിങ്ങൾ എപ്പോഴാ നിർത്താൻ പോകുന്നേ? രാജാക്കന്മാരുടെ രാജാവായ ഭാഷയാണ് ഞാൻ. ഇപ്പൊ ഇവിടെ സംഭവിക്കും ബിഗ് ബാങ് ബൂം. ഇന്ന് ഞാൻ എന്റെ ബേഗത്തിന് ഈ താജ്മഹലോട് ചേർത്ത് വേറൊരു ഗിഫ്റ്റും കൊടുക്കാൻ പോവാ. അതെന്താണെന്ന് അറിയാമോ? കിക്കോ സൂപ്പർ സ്പീഡോയെ എനിക്ക് വിട്ടു തന്നിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ ഈ സൂപ്പർ സ്പീഡോയെ എന്റെ ബേഗത്തിന് ഗിഫ്റ്റായി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇല്ല, ഇതിപ്പോ ഒറ്റവാക്കിൽ പറയണമെങ്കിൽ ഇംപോസിബിൾ. ഇമ്പോസിബിളിനെക്കാളും അതിഭയങ്കര ഇമ്പോസിബിൾ. വെരി വെരി ഇമ്പോസിബിൾ. കിക്കോ സൂപ്പർ സ്പീഡോയെ ആർക്കും ഒരിക്കലും വിട്ടുകൊടുക്കില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കേ. അവനാണ് എനിക്ക് ഈ സൂപ്പർ സ്പീഡോയെ തന്നത്. അതിന് പകരമായിട്ട് ഞാൻ അവനെ എന്റെ രാജ്യത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോകാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അയ്യോ, അതൊക്കെ ഇരിക്കട്ടെ. കേക്കോപ്പ് എവിടെയാ ഉള്ളത്? അവൻ വീട്ടിൽ ചെന്ന് സാധനങ്ങളൊക്കെ എടുത്തോണ്ട് വരാൻ പോയിരിക്കുക. അല്പസമയത്തിൽ തിരിച്ചെത്തും. വേഗം വരൂ. അതിനു മുമ്പ് നമുക്ക് ആ കേക്ക് കട്ട് ചെയ്ത് വേഗം എന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാം. താങ്ക് യു ഭാഷ. എനിക്ക് നിങ്ങൾ തന്ന ഈ ഗിഫ്റ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. തീർച്ചയായിട്ടും ഇതിൽ എന്തോ ഗുലുമാലുണ്ടെന്നാ തോന്നുന്നത്. ടോട്ടലി ഇവിടെ നടക്കുന്ന എല്ലാം പ്രശ്നം തന്നെയാണെന്നാ തോന്നുന്നത്. സൂപ്പർ സ്പീഡോ ഇപ്പൊ ഡീആക്ടിവേറ്റഡ് ആണ്. അല്ലെങ്കിൽ അവൻ R7ലൂടെ കീക്കോയെ കോണ്ടാക്ട് ചെയ്ത് സംസാരിക്കുമായിരുന്നു. ഇനിയിപ്പോ കീക്കോ വരാതെ ഈ കാര്യം സോൾവ് ആക്കാൻ പറ്റില്ല. ഭാഷാങ്കിൾ എന്നെ ബോധം കെടുത്തിട്ട് പോയിന്നാ തോന്നുന്നേ. പക്ഷേ അദ്ദേഹം എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്ത്? എന്റെ വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ചിരിക്കുകയാണല്ലോ. ഈ സമയത്ത് എനിക്ക് വോയിസ് കമാൻഡ് കൊടുത്ത് സൂപ്പർ സ്പീഡോയെ പോലും സഹായത്തിന് വിളിക്കാൻ പറ്റില്ല. സൂപ്പർ സ്പീഡോയെ ഇവിടേക്ക് വിളിക്കുന്നതിന് മുമ്പ് ഞാൻ നേരിട്ട് താഴെ പോയി അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കണം. പക്ഷേ ഞാൻ ഇവിടുന്ന് എങ്ങനെയാ പുറത്തേക്ക് പോവാ? അത് കണ്ടോ, 2 ചുവന്ന നിറ കല്ലുകളും അവിടെയുണ്ട്. ബാദ്ഷാ ഇതാണ് ബോംബ് വെച്ച് തകർക്കാൻ പറഞ്ഞത്. ഈ 2 കല്ലുകളും പൊട്ടിച്ചിതറുമ്പോൾ ടോട്ടലായിട്ട് താജ്മഹൽ ചീട്ടുകെട്ടുകളെ പോലെ ചിന്ന ഭിന്നമായി ചിതറിപ്പോയും.
അല്പസമയത്തിനുള്ളിൽ ഈ താജ്മഹൽ ചീട്ടുകെട്ടുകൾ പോലെ ചിന്ന ഭിന്നമായി ചെതറിപ്പോകും. എന്തൊരു മാസ്റ്റർ പ്ലാനാണ് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത്. വരൂ വേഗം, ഞാൻ നിങ്ങൾക്ക് വേറൊരു ഗിഫ്റ്റ് തരാൻ ആഗ്രഹിക്കുന്നു. എന്റെ ദൈവമേ, വീണ്ടും ഒരു ഗിഫ്റ്റോ? അതെവിടെയാ ഉള്ളത്? ദേ മുകളിലുള്ള റൂമിലാണുള്ളത്. വരൂ, മുകളിലേക്ക് വിളിച്ചു കൊണ്ടുപോയി ബേഗമിനെയും റൂമിലിട്ട് പൂട്ടിയേക്കാം. പക്ഷേ ഭാഷ, ഈ കാർ പ്രോബ്ലം ആയി പോയതല്ലേ? അല്ല ബേഗം, ഇത് വേറൊരു കാറാണ്. ഞാനിത് ബാക്കപ്പിന് വേണ്ടി വെച്ചിരുന്നതാ. ആക്ടിവേറ്റ് സൂപ്പർ സ്പീഡോ. വേഗം ഇപ്പൊ ഭാഷയുടെ കയ്യിൽ കുടുങ്ങിക്കിടക്കുക. കീക്കോ, ഇവിടെ എന്താണ് സംഭവിച്ചത്? സൂപ്പർ സ്പീഡോ, ഭാഷ എന്തൊക്കെയോ ചതി ഒപ്പിച്ചിട്ടുണ്ട്. ഞാൻ അയാളെ ഫോളോ ചെയ്യാം. അപ്പോഴേക്കും നീ കൂട്ടുകാരെ ഇവിടുന്ന് സേഫായി പുറത്തേക്ക് കൊണ്ടുപോയിക്കോ. നിങ്ങൾ ചെന്ന് കിക്കോയുടെ കഥ അവസാനിപ്പിക്കേ. അപ്പോഴേക്കും ഞാൻ വേഗത്തിനെ വേറെ എവിടെയെങ്കിലും ഒരു സേഫായ സ്ഥലത്തേക്ക് എത്തിക്കാം. കീക്കോ, നീ പറഞ്ഞാൽ എന്നെ മിസൈൽ അയച്ച് ആ ഭാഷയുടെ വണ്ടി തകർത്തേക്കാം. വേണ്ട സൂപ്പർ സ്പീഡോ, അങ്ങനെ ചെയ്ത ബേഗമിന്റെ ജീവന് പ്രശ്നമാവും. ഫോർമുല നമ്പർ 77 അപ്ലൈ ചെയ്ത് ഭാഷ രക്ഷപ്പെടാതെ തടഞ്ഞു നിർത്ത്. ഓക്കേ കീക്കോ, ഇനിഷ്യേറ്റിംഗ് ഫോർമുല 77. എന്ത് പറ്റി ഭാഷ? നിങ്ങൾ എന്തിനാ കീക്കോയും സൂപ്പർ സ്പീഡോയും ഇങ്ങനെ അറ്റാക്ക് ചെയ്തോണ്ടിരിക്കുന്നത്? കാരണം നിങ്ങളെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകാൻ അവർക്കാരോ കോൺട്രാക്ട് കൊടുത്തിരിക്കുകയാണ്. ഞാൻ നിങ്ങളെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ക്യാബിൽ നിന്ന് പുറത്തേക്ക് വരരുത്. ഇപ്പൊ ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്ക. അവന്റെ കഥ ഞാൻ ഇന്ന് അവസാനിപ്പിക്കും. രാജാക്കളുടെ രാജാവായ ഭാഷയാണ് ഞാൻ. ഇവിടെ സംഭവിക്കുന്നത് ബിഗ് ബാങ് ബൂം. കീക്കോ, കാർഡ്സിന്റെ ഈ ടണലിൽ നമ്മൾ ശരിക്കും കുടുങ്ങിപ്പോയി. കാർഡ്സ് വളരെ സ്ലിപ്പറിയാണ്. ഈ ബ്രേക്സ് പോലും വർക്കാവുന്നില്ല. പക്ഷെ ഭാഷ, എന്റെ ശത്രു ഇപ്പോഴാരാണ്? ഞാൻ തന്നെയാണ് ആ ശത്രു. വേഗം, നീ ജീവനോടുള്ളത് വരെ നമ്മുടെ രാജ്യത്തിൽ ഞാൻ വെറും പേരിന് മാത്രമാണ് ഭാഷ. പക്ഷെ നീ മരിച്ചു പോയാൽ നമ്മുടെ രാജ്യത്ത് ഞാൻ ഒരാൾ മാത്രമാണ് ഭാഷ. ആ ഓർഡർ ചെയ്യുന്ന ഭാഷ ഞാനായിരിക്കും. ഇപ്പൊ സംഭവിക്കുന്നു ബിഗ് ബാങ് ബൂം. സൂപ്പർ സ്പീഡോ, വേഗം ഫോർമുല നമ്പർ 56. ഓക്കേ ബഡി.
എല്ലാം വളരെയധികം ഷാർപ്പാണ്. അല്പസമയത്തിനുള്ളിൽ ഇതെല്ലാം എന്നെ ഡാമേജ് ചെയ്യുമെന്നാണ് തോന്നുന്നത്. ഡോണ്ട് വറി സൂപ്പർ സ്പീഡോ, ഞാനിപ്പോ എന്റെ സ്പെഷ്യൽ കിക്ക് യൂസ് ചെയ്യേണ്ട സമയമായി എന്നാ തോന്നുന്നേ. നല്ലവരെ പോലെ അഭിനയിച്ച് എല്ലാവരെയും പറ്റിക്കാൻ ശ്രമിച്ച അവസാനം കുടുങ്ങിപ്പോയില്ലേ? എന്ന് വെച്ചാൽ സാർ ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം യു ആർ അണ്ടർ അറസ്റ്റ്.